ഒരു സാങ്കല്പിക കഥ വെറുതെ പറയുകയാണ്. ഒരു ആശയം വ്യക്തമാക്കാനായിട്ട് പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ അവിടെ സംഭവിക്കുമോ എന്നൊന്നും ചോദിക്കണ്ട. കലക്ടർക്ക് ഓഫീസിൽ പോകണം. പക്ഷെ കലക്ടർക്ക് ഓഫീസിൽ പോകണമെങ്കിൽ അതിന് സൗകര്യമായിട്ട് വാഹനമായിട്ട് ഡ്രൈവർ വരും. അന്നത്തെ ദിവസം എന്തോ കാരണവശാൽ ഡ്രൈവർക്ക് വരാൻ പറ്റിയില്ല. പെട്ടെന്ന് പോവും വേണം. അപ്പൊ വിചാരിച്ചു കളക്ടറേറ്റിന് മുമ്പ് ബസ് പോകുന്നുണ്ടല്ലോ, ബസ് പോകാൻ നിശ്ചയിച്ചു. അപ്പൊ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ താഴെയാണ് ബസ് സ്റ്റോപ്പ്. ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ? പറഞ്ഞ പോലെ തന്നെ ആരോ കാണും ചെയ്തു. കലക്ടർ അതാ ബസ് കാത്ത്. ഒരാൾ അടുത്തേക്ക് വന്നിട്ട് കുശലും ചോദിച്ചു, എന്ത് പറ്റി? പതിവില്ലാത്ത വിധം കലക്ടർ ബസ് കാത്ത് നിൽക്കണു. ദേഷ്യം വന്നു. ആ സമയത്താണ് അതിന്റെ മുകളിൽ നിന്ന് ഒരു കാക്ക തലയിലേക്ക് കാത്തിച്ചു. ദേഷ്യം വരട്ടി. ബാക്കിയുള്ളവർ കണ്ടു, ഒരു പരിഹാസച്ചിരി ഇരിച്ചു. മോശമായില്ലേ, തവലോണ്ടൊന്ന് തുടച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. കളക്ടറേറ്റിലെത്തി. ഇപ്പൊ ആ കളക്ടറുടെ മാനസികാവസ്ഥ എന്താ? ആ കളക്ടർ നമ്മുടെ ആ വാഹനത്തിൽ പോരാൻ പറ്റാത്തതിന്റെ ദേഷ്യം, ബസ് കാത്ത് എന്ന ദേഷ്യം, ആ പക്ഷി കാട്ടിച്ചപ്പോഴുള്ള ദേഷ്യം, അത് വേറൊരാൾ കണ്ടു. അവരൊരു കുശലവും ഒരു പരിഹാസത്തിരി. ആ കലക്ടർ അപ്പൊ നന്നായി പെരുമാറുവോ? ഡെപ്യൂട്ടി കളക്ടർ വന്നു മുറിയിലേക്ക്. ഫയലെടുത്തൊരു ഏറാൾ കൊടുത്തു. എന്താ നിങ്ങൾ എഴുതി വെച്ചെന്ന്? നിങ്ങൾക്ക് എത്ര കൊല്ലം സർവീസായി? എത്ര കൊല്ലമായിട്ട് നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരാണ് എഴുതി വെക്കുക? കൊടുക്കണ്ട മാതിരിയായിട്ട് കൊടുത്തു. കുറച്ച് സർവീസായ ആളാണ്, സീനിയറാണ്. ആ ഫയലും കൊണ്ട് ഡെപ്യൂട്ടി കളക്ടർ പോയി. കാക്ക കാട്ടിച്ച ഇലക്ട്രിസിറ്റി എവിടെ എത്തി? ഡെപ്യൂട്ടി കളക്ടറുടെ തലയിൽ. അതിന്റെ താണ ഉദ്യോഗസ്ഥനോട് വരാൻ പറഞ്ഞു. അയാള് ഏതൊരാളെയും നമുക്ക് ചീത്തറിയാൻ കാരണമൊന്നും വേണ്ടല്ലോ. നമുക്ക് നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരെ ശമ്പളക്കാരെ ചീത്തറിയാൻ കാരണം വല്ലതും വേണോ? എന്താ, നിലം തുറക്കണ സ്ത്രീ ഇപ്പൊ പടിക്ക് വന്നു, എനിക്ക് വേണമെങ്കിൽ ചൂടായി കൂടെ, ഇപ്പഴല്ല വരിക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു പണം ചൂടാവാലോ. അതിന്റെ താഴെ ഉദ്യോഗസ്ഥന് ആ ചൂട് കൊടുത്തു. ഇത് ജീവിതമാണ്. സമൂഹത്തിൽ കാണുന്ന ഓരോന്നും കല്ലേറും പൊതുമുതൽ നശിപ്പിക്കലും ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം പറയുമ്പോൾ അനവധി പേരെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്. വെറുതെ കാണുമ്പോൾ ഒരാളോട് എന്ത് പറ്റി, എന്റെ ഷർട്ട് എങ്ങനെ കീറിയിരിക്കുന്നുണ്ടോ അവിടെ പോക്കറ്റിന്റെ ഭാഗത്ത്? അയാൾ ഷർട്ട് ഇട്ടിരിക്കുമ്പോ മാറ്റാൻ നിവർത്തിയില്ല. ഇതിപ്പോ ആരും ശ്രദ്ധിക്കില്ല എന്നാ വിചാരം. ഒട്ടൊന്നും ശ്രദ്ധിച്ചിട്ട് അവിടെ കീറിയിരിക്കണമല്ലോ. ഇന്ന തയ്യക്കടക്കാരൻ എന്റെ പരിചയക്കാരൻ അവിടെ പോയി തുന്നിക്കോളും. വേറെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലേ? ആ താണ ഉദ്യോഗസ്ഥൻ കാരണമില്ലാതെ ചീത്ത കഴിയുമ്പോ അതിന് താണ ഉദ്യോഗസ്ഥനെ വിളിച്ചു, തഹസിൽദാരെ
ആ തഹസിൽദാരുടെ എന്തോ ഒരു കാരണം വെച്ച് ഇയാൾ ശരിക്കും ദേഷ്യപ്പെടാൻ കാരണം എന്താ? കളക്ടറുടെ തലയിൽ കാക്ക കാഷ്ടിച്ച ഇലക്ട്രിസിറ്റി അല്ലേ? തഹസിൽദാര് അതിലെന്താണ് ഉദ്യോഗസ്ഥനെ വിളിച്ചു, തിരിച്ചുകൊണ്ടാ വരുന്ന ആ ഉദ്യോഗസ്ഥൻ. അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അഭിനന്ദിക്കാൻ വിളിച്ചാച്ചിട്ടാണ്. നോക്കുമ്പോ ചെയ്ത കാര്യത്തിന് അഭിനന്ദനല്ല, ചീത്ത പറയുക ചെയ്യണം. ഇതങ്ങോട്ട് പോവാണ്. കാക്ക കാഷ്ടിച്ചപ്പോ ആരോ ചിരിച്ച ഒരു ചിരി ഉണ്ടാക്കിയത് ഇങ്ങനെ കീഴോട്ട് പോണ പോലെ സമൂഹത്തിൽ ഇന്നത്തെ ദിവസം നമ്മോട് ദേഷ്യപ്പെടുന്നവരൊക്കെ നമ്മോടുള്ള വിരോധം കൊണ്ടൊന്നുമില്ല. നമ്മോടൊരാൾ ദേഷ്യപ്പെടുന്നത് നമ്മോടുള്ള വിരോധം കൊണ്ടൊന്നുമില്ല. അങ്ങനെ വില്ലേജ് ഓഫീസറുടെ അടുത്തെത്തി, അതിന്റെ താഴെ എത്തി, പിന്നെ ഏറ്റവും വലിയ ഔദ്യോഗികമായിട്ട് താഴെ ഉള്ള ഉദ്യോഗസ്ഥൻ, ക്ലാസ് 4 ജീവനക്കാരൻ എന്ന് പറയാം, ആ ഉദ്യോഗസ്ഥന്റെ നേരെ അങ്ങോട്ട് ചൂടായി മേലുദ്യോഗസ്ഥൻ. ഇപ്പൊ എത്ര പ്രശ്നമുണ്ടാക്കിയിട്ടാണ് ഇത് വരണത്? ആ ഉദ്യോഗസ്ഥന് ഇപ്പൊ ആരും, അതിന്റെ താഴെ ആരും ഇല്ല. അയാൾ ആ ദേഷ്യം സമ്മർദ്ദത്തിൽ ഒതുക്കി. ഭാര്യയ്ക്ക് ഉദ്യോഗമൊന്നുമില്ല, അയാളുടെ ശമ്പളം കൊണ്ടാണ് ഭാര്യയും കഴിയണം. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ ഒരു കാരണവും ഇല്ലാതെ ഭാര്യയുടെ മേക്കെട്ട് കയറി. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പാർ എല്ലാ ദിവസവും ഉണ്ടാക്കിയ മാതിരി തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. തന്നെയാണ് കുറ്റം സാമ്പാറിന്റെ, എല്ലാ ദിവസവും ഉണ്ടാക്കിയ മാതിരി. ഇത് മടുത്തിരിക്കണു, സാമ്പാർ വേണ്ടാന്ന് ഞാൻ എത്രയോ 1000 തവണ പറഞ്ഞിട്ടില്ലേ? 1000 തവണ പോയിട്ട് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. 1000 തവണ പറയുമ്പോൾ തന്നെ നമ്മൾ പലരോടും പറയും 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. ഇപ്പൊ എവിടെ എത്തി ആ ഇലക്ട്രിസിറ്റി? മകനെ പോയിട്ട് ഒരടിയാ കൊടുത്തു. എന്താ കാര്യം? ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ പഠിക്കുകയാണല്ലോ, ഇവിടെ കണ്ടുള്ളൂ സമയം കൊണ്ടൊരു പഠിത്തം. ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴൊന്നും കേട്ടിട്ടില്ല. അപ്പം പഠിക്കാൻ കണ്ട ഒരു സമയമാണ്. ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് ആ കുട്ടി ദേഷ്യം വന്ന് അവിടുന്ന് ഇറങ്ങി. ചിന്തിക്കണം, എവിടുന്ന് പോകുന്ന ഇലക്ട്രിസിറ്റിയാണ് എർത്താവാതെ വരണത്. അവിടെ ഉണ്ട് ഒരു പശുവിനെ കെട്ടിയിട്ട്, കയറ് കെട്ടിയിട്ട പശുവാണ്. പശുവിന് പേര് വരാൻ തന്നെ കാരണം പാശത്താൽ ബന്ധിക്കപ്പെട്ടതെന്ന്. ഒരു വടി എടുത്തിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത പശുവിന് 2 അടിയാ കൊടുത്തു ഈ പയ്യൻ. കലക്ടറുടെ തലേന്ന് പുറപ്പെട്ട ഇലക്ട്രിസിറ്റി ഇപ്പൊ അവിടെ എത്തി പശുവിന്. കെട്ടിയിട്ട പശുവിന് എന്താ ചെയ്യാൻ പറ്റുക? പശു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ആ കൊമ്പ് കൊണ്ട് ഭൂമിയിലാണ് കുത്തി. ഭൂമിയിൽ ഒരു വ്രണം ഉണ്ടാക്കി. എല്ലാം സഹിക്കുന്നത് ഭൂമി. ഭൂമിക്ക് സർവം സഹ എന്നുള്ള പേര് പണ്ടേ ഉണ്ട്, ഇപ്പൊ ഒന്നുകൂടി തെളിഞ്ഞു, സർവം സഹ എന്നാണ്. ഇപ്പൊ അതർത്ഥായി. ഇന്നത്തെ ദിവസം ഇതിലത്തെ ഒരു കഥാപാത്രമാണ് നമ്മളൊക്കെ. നമ്മോട് ഓരോരുത്തർ പെരുമാറുന്നത് മുഴുവൻ നമ്മുടെ കാര്യം നോക്കിയെന്നല്ല. അയാള് ദേഷ്യം വന്നിട്ടാ വരുന്നത്. വഴിയിൽ ആരും അയാളെ കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ വരുന്നത്. കുടുംബജീവിതം നയിക്കുന്നവർ ശ്രദ്ധിക്കണം. സമൂഹത്തില് ഒരു പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ
അത് സിനിമയല്ലേ, സിനിമയെ സിനിമയായി കാണണം. അത് ശരി. അപ്പൊ അങ്ങനെയാകുമ്പോ പുസ്തകങ്ങളായിട്ട് കാണണം. വെറും പുസ്തകം അലമാരയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയത് വലിയ അനവധി പേരെ സ്വാധീനിക്കുന്നില്ലേ? പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു, പ്രഭാഷണത്തെ പ്രഭാഷണമായി കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? സമൂഹത്തില് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം നാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അനവധി പേർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയെങ്കിലും പോയിട്ട് അർത്ഥാകുന്നവരെ അത് പോയിക്കൊണ്ടിരിക്കും. ലോകം ഏകദേശം ഇതേമാതിരി അല്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.